How are you? Okay, today we are going to start C6 lesson 1. ഈ സീരീസ് പ്രൊഫറ്റ് സാമുവലിനെ കുറിച്ചാണ്. ഇന്നത്തെ ചാപ്റ്റർ പ്രേയിങ് ടു ഗോഡ്. ഇതിൽ നമ്മൾ കാണുന്നത് ദ ബുക്ക് ഓഫ് സാമുവൽ ഇസ് ബ്രോക്കൺ ഇൻ ടു 2, ഫസ്റ്റ് പാർട്ട് ആൻഡ് ദ സെക്കൻഡ് പാർട്ട്. ഇന്നത്തെ ലെസണിൽ വി സീ എ മാൻ കോൾഡ് നെയ്മഡ് എൽക്കാന ആൻഡ് ഹിസ് 2 wives പെനിന്ന ആൻഡ് ഹന്ന. Basically today's chapter is not about Elkanah, but it is about Hannah and how she prayed, about her prayer life. Elkanah had 2 wives, Hannah and Penina and Hannah. Penina had children, but Hannah did not have any. പെനൈനയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഹന്നയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹന്ന ഷി വാസ് വെരി സാഡ് ആൻഡ് ഡിസപ്പോയിൻറ്റഡ് ഫോർ ദിസ്. പല രീതിയിൽ എൽക്കാന ഹന്നയെ സന്തോഷിപ്പിക്കാൻ നോക്കി. he gave her gifts, he made her tried to make her very happy. He even told her that she is he was much better than having 10 sons. അതുപോലെ പല രീതിയിൽ എൽക്കാന ഹന്നയെ സന്തോഷിപ്പിക്കാൻ നോക്കിയെങ്കിലും ഹന്ന വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഇതിലെല്ലാത്തിലും നമ്മൾ മുൻപോട്ട് ഫസ്റ്റ് സാമുവൽ 1-28 1-1-22 വായിക്കുമ്പം we see that whenever Elkanah was away, Penina used to make fun of Hannah. She used to say that she will not have kids. The God was angry with her. She was a failure in her life. അങ്ങനെ പല രീതിയിൽ പെനൈന ഹന്നയെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഇത് ഒരുപാട് വർഷം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. It went on for years and years. And at last Hannah got fed up. She was really disappointed. മൊത്തമായിട്ടും she was really heartbroken. ഒരു രീതിയിലും ഹന്നയ്ക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെല്ലാ വർഷവും ഇവരുടെ ടൗണിൽ നിന്ന് ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു സിറ്റിയിലെ ടെമ്പിളിൽ പോയി ഗോഡ് ഓൾമൈറ്റിക്ക് സാക്രിഫൈസ് കൊടുക്കുമായിരുന്നു എവ്രി ഇയർ. ആ വർഷം ഇതുപോലെ തന്നെ അവരുടെ ടൗണിൽ നിന്ന് ഷൈലോക്കിൽ പോയി കഴിഞ്ഞപ്പോൾ ഹന്ന എന്താ ചെയ്തത്? ഷീ വെന്റ് ഡയറക്ട്ലി ടു ദ ടെമ്പിൾ ടു പ്രേ. ഹന്ന എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? She just fell down and cried out to the Lord. She poured out her heart to the Lord. നമ്മൾ ഈ ചാപ്റ്ററിൽ വായിക്കുമ്പം ആ ബൈബിൾ 1-28 വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഹന്നയുടെ ഹൃദയം പകർന്നു കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. She just poured out her heart to the Lord. She just wanted a child desperately. As she prayed, she made a vow to the God. She made a promise to the God. What was that promise? She said that she would give her son. If the Lord Almighty heard a prayer, and if the Lord Almighty would give her a son, she would give the son which the Lord had given her back to the Lord. Adengine? She would give the son the Lord gave her back to the Lord or to the church, or raise him as a priest. അങ്ങനെ ഒരു പ്രോമിസ് കൊടുത്തു ദൈവത്തിൻ്റെ സന്നിധിയിൽ. ആൻഡ് ഓൾസോ ഷീ സെഡ് ദാറ്റ് ഷി വിൽ നോട്ട് പുട്ട് എ റേസർ ഓൺ ഹിസ് ഹെഡ്. അതായത് ഒരിക്കലും അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി വെക്കില്ല എന്ന്. അപ്പോൾ ഹന്ന ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടെമ്പിളിലെ ഒരു ഹൈ പ്രീസ്റ്റ് ആയിരുന്നു എലൈ നോക്കുമ്പം ഹന്ന ഷീസ് ജസ്റ്റ് ക്രൈയിങ് ഔട്ട്, ഷീ ജസ്റ്റ് വീപ്പിംഗ് ഔട്ട്. സൗണ്ട് ഒന്നും വായിൽ നിന്ന് വരുന്നില്ല. ഷീസ് ജസ്റ്റ് മർമറിങ്, ചുണ്ട് വെറുതെ അനങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഹീ തോട്ട് ദാറ്റ് ഷീ വാസ് ഡ്രങ്ക് ആൻഡ് ഹി ആസ്ക്ഡ് ഹർ ടു ലീവ് ഫ്രം ദ പ്ലേസ്. പക്ഷേ ഹന്ന അപ്പോൾ എന്താ പറഞ്ഞത്? ഹന്ന സെഡ് വാട്ട് ഷി വാസ് ആസ്കിങ് ദ ലോർഡ്. എന്തുകൊണ്ടാണ് ഹന്ന അങ്ങനെ കരഞ്ഞതെന്നുള്ള ഹന്ന സ്പോക്ക് ടു ഏലി. അപ്പം എലൈ അണ്ടർസ്റ്റുഡ് ദാറ്റ് what Hannah's problem was. And what did Eli say? Eli said that the God has heard your prayer and God is going to answer your prayer. Hannah, what did she do? Hannah believed the word of the God, what the priest said, what the God said through the priest. She just believed the word of the God, or what God said to her. അത് ബിലീവ് ചെയ്തു. അതുകൊണ്ട് തന്നെ she just blindly believed, and she just believed that the Lord has heard a prayer. She was really happy. She knew that the God had heard a prayer, and she also believed and trusted that the God is going to answer her prayers. Later നമ്മളത് വായിക്കുമ്പം we see that Hannah became pregnant. Hannah gave birth to a son and they named him Samuel. മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം ഹന്ന ഒരു മകനെ പ്രസവിച്ചു. ആ മകനെ അവർ സാമുവൽ എന്ന് പേരിട്ടു. എന്നിട്ട് ഹന്ന എന്താ ചെയ്തത്? ഷി കെപ്റ്റ് ഹർ പ്രോമിസ്. വാട്ട് ഡിഡ് ഷി ഡു? ഷി ഗേവ് ഹർ സൺ ടു എലൈ, to the church,
to be raised at the church. She gave her son to Eli, the priest Eli, and to be raised at the church. What does this story shows us? Hannah was a faithful woman of God. She is a great example of endurance, loyalty and gratitude. അതായത് ഹന്ന ഒരു സഹിഷ്ണുതയുടെയും ഒരു വിശ്വസ്തതയുടെയും ഒരു താങ്ക്സ് ഗിവിങ്ങിൻ്റെയും വലിയൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഹന്നയുടെ സ്റ്റോറി നമ്മളെ ബൈബിളിലെ പ്രോമിസസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തരും. മിറക്കിൾസ് ക്യാൻ ഹാപ്പൻ ഇഫ് യു ലെറ്റ് ഗോഡ് ഇൻ ടു യുവർ ലൈഫ് ആൻഡ് ലെറ്റ് ഹിം മോൾഡ് യു ആൻഡ് യുവർ ഡിസയേഴ്സ്. ദൈവത്തെ നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുകയും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളെയും ദൈവത്തിനെ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് നടക്കും. ഹന്നയുടെ ലൈഫിലും അതാ സംഭവിച്ചിട്ടുള്ളത്. ഹന്ന ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഹന്നയുടെ ആഗ്രഹത്തിനെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴാണ് ദൈവം പ്രവർത്തിച്ചത്. അപ്പം നമ്മളും നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ഡിസയേഴ്സിനെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് ദൈവം അത് മോൾഡ് ചെയ്യട്ടെ, ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് മോൾഡ് ചെയ്യാൻ കൊടുക്കണം. 5 ways that Hannah's faith can help to strengthen us. 5 രീതിയിൽ ഹന്നയുടെ ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ആൻറ്റി അത് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഇസ് ഹന്ന ന്യൂ വെയർ ടു ഗോ ടു ടേക്ക് ഹർ പ്രോബ്ലംസ്. ഹന്നയുടെ പ്രശ്നങ്ങളുമായിട്ട് എവിടെ പോകണമെന്ന് ഹന്നയ്ക്ക് അറിയാമായിരുന്നു. എവിടെയാണ് ഹന്ന പോയത്? ഷി വെൻ സ്ട്രെയിറ്റ് ടു ദ ഗോഡ് ഇൻ പ്രെയർ. എവിടെയാണ് ഹന്ന പോയത്? ഹന്ന വെൻ സ്ട്രെയിറ്റ് ടു ദ ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ ഹന്ന പോയിരുന്നു. അപ്പോൾ ഹന്ന ന്യൂ where to take her problems. She went straight to God in prayer. അപ്പം അത് നമ്മൾ 1 Samuel 1:10 വായിക്കുമ്പം we can see her going straight to the temple and praying to God, just pouring out her heart to the God. അപ്പോൾ അതുപോലെ തന്നെ God just want to see a face. നമ്മുടെ മുഖം ഒന്ന് കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്നു. whatever we want, he just want us to ask him. Second thing, in a brokenness and pain, Hannah trusted God's power and ability to work for her. അപ്പം അവളുടെ ആ പ്രയാസത്തിലും അവളുടെ ആ തകർന്ന അവസ്ഥയിലും ഹന്ന വിശ്വസിച്ചു ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. ദൈവത്തിന് അതിന് പ്രവർത്തിക്കാനുള്ള എബിലിറ്റി ഉണ്ടെന്നുള്ളത് ഹന്ന വിശ്വസിച്ചു. ഹന്ന വാസ് റിയലി എ ഗ്രേറ്റ് വുമൺ ഓഫ് പ്രെയർ. പക്ഷേ അന്ന് നമ്മൾ ആ ചാപ്റ്ററിൽ 1 Samuel 1:11 വായിക്കുമ്പം വി സീ ദാറ്റ് ഷി വാസ് നോട്ട് ഗിവിങ് എ നീറ്റ് പ്രെയർ. വലിയ വാക്കുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വലിയ സെൻറ്റൻസസ് യൂസ് ചെയ്തൊന്നുമല്ല ഹന്ന പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഹന്ന ഒരിക്കലും നോക്കിയില്ല ഹന്നയുടെ ചുറ്റിനും ആരൊക്കെയുള്ളതെന്നോ, ആരൊക്കെ ഹന്ന കരയുന്നത് കാണുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ അയ്യോ ഒച്ചയിലാണോ ഞാൻ കരയുന്നത്, ഒന്നും ഹന്ന നോക്കിയില്ല. ഹന്ന ജസ്റ്റ് poured out her heart to the Lord, just wept to the Lord. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് ഗിവ് എ ഹാർട്ട് ഫെൽറ്റ് ക്രൈ. തേർഡ് വൺ, ഷി ബിലീവ്ഡ് ഗോഡ് വുഡ് ഡു വാട്ട് ഹി സെഡ് ഹി വുഡ് ഡു. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിച്ചു. നമുക്ക് പലപ്പോഴും നമ്മൾക്ക് പറ്റുന്നൊരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമെന്നുള്ളത്. പക്ഷെ ഹന്ന ഷി ബിലീവ് ദാറ്റ് ഗോഡ് വിൽ വർക്ക് ഫോർ ഹർ. അതായത് പ്രീസ്റ്റ് എലൈയിലൂടെ ദൈവം ഹന്നയോട് സംസാരിച്ചത് ഹന്ന വിശ്വസിച്ചു. അതിനെങ്ങനെയാണ് നമുക്കതിന് ഉദാഹരണം കാണുന്നത്? 1 Samuel chapter 1 18 to 20 വേഴ്സിൽ നമുക്ക് കാണാം. ഷീ വേർഷിപ്ഡ് ബിഫോർ ഷീ ലെഫ്റ്റ് എന്നാണ്. അതായത് വെൻ ഡു വി വേർഷിപ്പ്? നമുക്ക് സന്തോഷം വരുമ്പോഴാണ് നമ്മൾ വേർഷിപ്പ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ വേർഷിപ്പ് ഇസ് റിയലി എ താങ്ക്സ് ഗിവിങ്. അപ്പം ഹന്ന ശരിക്കും ദൈവത്തിനൊരു നന്ദി, ഒരു താങ്ക്സ് ഗിവിങ് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത്. അപ്പോൾ ഹന്നയ്ക്കത് കിട്ടി, ഹന്നയ്ക്കത് ലഭിച്ചു എന്ന് ഹന്ന സന്തോഷത്തോടെ വിശ്വസിച്ചിട്ടാണ് ഹന്ന പോയത് അവിടെ നിന്ന്. അപ്പോൾ വി ഷുഡ് ഓൾസോ നമ്മളെപ്പോൾ പ്രാർത്ഥിച്ചാലും നമുക്കത് ലഭിച്ചു എന്ന് നമ്മളത് വിശ്വസിക്കാം. ഫോർത്ത് വൺ, ഹന്ന വാസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് കമ്മിറ്റഡ് ടു ഗോഡ്സ് പ്ലാൻ. ഹന്ന വാസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് കമ്മിറ്റഡ് ടു ഗോഡ്സ് പ്ലാൻ. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? ഷീ കെപ്റ്റ് ഹർ പ്രോമിസ്. 1 Samuel 1:24 to 28 വായിക്കുമ്പോൾ വി സീ ദറ്റ് ഷീ ഗേവ് സൺ ബാക്ക് ടു ദ ചർച്ച്, അല്ലേ? ബാക്ക് ടു ദ ലോർഡ്. അപ്പം സാമുവൽ മസ്റ്റ് ബി ഓൾമോസ്റ്റ് ഒരു 3 അല്ലെങ്കിൽ 4 ഇയേഴ്സ് ഏജേ ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ ഹന്നയ്ക്ക് ആദ്യമായിട്ടുണ്ടായ മകനാണ്, വളരെ വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ കുട്ടിയാണ്. ഹന്നയ്ക്ക് വേണമെങ്കിൽ ദൈവത്തോട് പറയണം, പ്ലീസ് ഗോഡ്, ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ഫോർ മീ, പ്ലീസ് ലെറ്റ് മീ ഗോ. ഇതൊക്കെ ഹന്നയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ബട്ട് ഷീ വാസ് ആൻ ഒബീഡിയൻറ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ വുമൺ ഓഫ് ഗോഡ്. അപ്പം ദൈവത്തിന് കൊടുത്തിരുന്ന വാക്ക്, പ്രോമിസ് ഹന്ന പാലിച്ചു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്തതൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ?
നമ്മൾ പ്രോമിസ് ദൈവത്തിന് ചെയ്തിട്ടത് ചെയ്യാറുണ്ടോ? ദൈവത്തിനോട് നമുക്കത് ചെയ്ത് തന്നെ ഇത് ചെയ്താൽ ദൈവമേ ഞാൻ ഇങ്ങനെ ചെയ്യാം, ദൈവമേ ഞാൻ നല്ല കുട്ടിയാവാം, ദൈവമേ ഞാൻ ഇനി അത് അങ്ങനത്തെ പ്രോമിസസ് ദൈവത്തോട് ചെയ്തിട്ട് നമ്മളത് പാലിക്കാറുണ്ടോ? ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പലതും നമ്മുടെ ലൈഫിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാറുണ്ട്. പിന്നെ 5th one, ഷീ ഗേവ് ഗോഡ് പ്രേസ് ഫോർ ദ വേ ഗോഡ് ഹാഡ് വർക്ക്ഡ് ഇൻ എ ലൈഫ്. അത് നമ്മൾ 1 സാമുവൽ ചാപ്റ്റർ 2 വായിക്കുമ്പോൾ 1 to 10 നമുക്ക് കാണാം. ഷീ റിയലി സങ് എ song for the praise song for the God. നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ we can see that she was blessed with 3 sons and 2 daughters. So God had blessed her life a lot. അപ്പോൾ ആ നന്ദി ദൈവം അവളെ ബ്ലെസ് ചെയ്തതിന് she was really thankful to the God. അപ്പോൾ we should be always thankful to the God. നമുക്ക് ദൈവം നമുക്ക് ചെയ്തു തരുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും we should always be thankful to God. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചാപ്റ്റർ. ആൻറ്റി 2-3 റെഫറൻസ് വേഴ്സസും കൂടെ ആൻറ്റി തരാം. അത് നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കണം. ഇറ്റ് വിൽ ബി ഓൾവേസ് ഗുഡ് ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഓൾവേസ് അത് ആവശ്യമുള്ള വാക്യങ്ങളാണ്. ഞാനത് റെഫറൻസ് തരാം, മക്കളത് പഠിക്കണം. Philippians 4:6 Do not be anxious about anything, but in everything by prayer and petition with thanksgiving present your request to God. 1 John 5:14-15 This is the confidence we have in approaching God, that if we ask anything according to His will, He hears us. And if we know that He hears us, whatever we ask, we know we have what we asked of Him. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? How do we pray? We bring our both hands together, we close our both hands and we pray to God. അല്ലേ? ഇതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പൊസിഷൻ. So we'll just try to draw this. We just need to take a paper. Like this. Keep your hand like this. The 2 fingers, these 2 fingers should be outside, just small, little outside like this. The paper should be folded. Like this, and just these 2 fingers should be a bit outside this paper, and just draw your palm on this paper. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പം കട്ട് ചെയ്തെടുക്കുമ്പം ഇങ്ങനെ വരും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവം കേൾക്കുമെന്നല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ? ദൈവം എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആൻസർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് ആൻസർ ചെയ്യുന്നത്? വൈ ഡു ഗോഡ് ആൻസർ അസ് വെൻ വി പ്രേ? ബിക്കോസ് ഗോഡ് ലവ്സ് അസ് അല്ലേ? ഗോഡ് ആൻസേഴ്സ് എ പ്രേയർ ബിക്കോസ് ഗോഡ് ലവ്സ് അസ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് റൈറ്റ് ദ വേഴ്സ് ഇൻ ദിസ്. ജോൺ 3:16 ആണ് ആൻറ്റി ഇതിൽ എഴുതിയിരിക്കുന്നത്. യു ഓൾസോ ജസ്റ്റ് റൈറ്റ് ദിസ് വേഴ്സ് ഇൻ ദിസ്. John 3:16 For God so loved the world that He gave His one and only Son, that whoever believes in Him shall not perish but have eternal life. അപ്പോൾ you just need to draw like this. Just need to draw your hand and cut it like this. കണ്ടോ? God hears our prayer because God answers our prayer because He loves us. Thank you.